പ്രൈസ് ദി ലോർഡ്. ഫറോസ് മിനിസ്ട്രീസിന്റെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്നു മുതൽ നമ്മളൊരു പുതിയ വിഷയത്തിലേക്ക് കടക്കുകയാണ്. തിയോളജിയുടെ പഠനശാഖയായ അപ്പോളജറ്റിക്സ് അല്ലെങ്കിൽ ന്യായവാദ ശാസ്ത്രം എന്ന വിഷയമാണ് നമ്മൾ ഇന്നു മുതൽ പഠിക്കുന്നത്. ഇതൊരു പഠനശാഖ ആയതുകൊണ്ട് ചില മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് ചിന്തിക്കുന്നത്, ഈ വരും ദിവസങ്ങളിലുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്തെല്ലാമാണ് പഠിക്കുന്നത്, അതിന്റെ ഒരു കണ്ടന്റ്, ഒരു മുഖവുര ഞാൻ നിങ്ങളെ കാണിക്കുവാനായി അല്ലെങ്കിൽ നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നു. അതിലേക്ക് നമുക്ക് കടക്കാം. ന്യായവാദ ശാസ്ത്രത്തിനൊരു മുഖവുര. ന്യായവാദ ശാസ്ത്രത്തിനൊരു മുഖവുര, അതാണ് നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്ക്. ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ, അതിന്റെ എറ്റിമോളജിക്കൽ സ്റ്റഡീസ്, ഏത് ലാംഗ്വേജിൽ നിന്നാണ് അത് വന്നത് എന്നീ കാര്യങ്ങളിലാണ് മുഖവരയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രം പല മേഖലകളിലുള്ള ന്യായവാദ ശാസ്ത്രങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിലെ അപ്പോളജറ്റിക്സ് എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ന്യായവാദ ശാസ്ത്ര സമീപനങ്ങൾ, പല സമീപനങ്ങൾ ഈ അപ്പോളജറ്റിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ന്യായവാദ ശാസ്ത്രവും ഖണ്ഡനശാസ്ത്രവും അത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. പെട്ടെന്ന് നോക്കിയാൽ ഇത് ഒന്നായിട്ടാണ് നമ്മൾ തോന്നുന്നത്, എന്നാൽ രണ്ടാണ്. ന്യായവാദ ശാസ്ത്രം അപ്പോളജറ്റിക്, ഖണ്ഡനശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തീയ സമൂഹത്തിനെതിരെ കടന്നു വരുന്ന പഠിപ്പീരുകളെ ഖണ്ഡിക്കുന്ന, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. അതിനെതിരെ ഉള്ള വാദങ്ങൾ നിരത്തി നമ്മൾ അതിനെ ഖണ്ഡിക്കുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇതെങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കും. മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രത്തിന്റെ ചരിത്രം. ഇന്ന് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു, ന്യായവാദ ശാസ്ത്രത്തിൽ നമ്മൾ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ നാലാമത്തെ അധ്യായത്തിൽ ന്യായവാദ ശാസ്ത്രം പഴയ നിയമത്തിൽ എങ്ങനെയാണ് നമ്മുടെ ന്യായവാദ ശാസ്ത്ര യഹൂദന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവരെങ്ങനെ അവർ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്തു എന്ന് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞ ശേഷം ന്യായവാദ ശാസ്ത്രം പുതിയ നിയമത്തിൽ എങ്ങനെയാണ്, പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ്, മറ്റ് ലേഖനകർത്താക്കൾ, അന്നുണ്ടായിരുന്ന മറ്റ് പഠിപ്പീരുകളെ, യോഹന്നാൻ, ഇവരെല്ലാം വളരെ ശക്തമായി അവർ വിശ്വസിച്ചിരുന്ന വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുവാനായി പല രീതിയിൽ പല വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ ഈ 5-ാമത്തെ അധ്യായത്തിൽ പുതിയ നിയമത്തിൽ നിന്ന് പഠിക്കും. 6-ാമത്തെ അധ്യായത്തിൽ ആധുനിക സൃഷ്ടിവാദവും ന്യായവാദ ശാസ്ത്രവും എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. പല സൃഷ്ടിവാദങ്ങളുണ്ട്. ഈ അടുത്ത സമയത്ത് തന്നെ ബഹുമാനീയനായ പോപ്പ് സൃഷ്ടിവാദത്തെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഇന്ന് നമ്മൾ കാണുന്നതായ ഈ മെറ്റീരിയൽ വേൾഡ് ദൈവമല്ല സൃഷ്ടിച്ചത് എന്നുള്ള ഒരു വാദം ഉണ്ട്. അത് ഒരു വാദം മാത്രമാണ്. അങ്ങനെ പല വാദങ്ങൾ ഇന്നുണ്ട്. ആധുനിക രീതിയിൽ പല തിയറീസ് ഉണ്ട്. പല ശാസ്ത്രജ്ഞന്മാർ പല തിയറികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ന്യായവാദ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. 7-ാമത്തെ അധ്യായത്തിൽ
ആധുനിക ന്യായവാദ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ. നമ്മൾ ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ, എന്തെല്ലാം നേട്ടങ്ങൾ ഇതിൽ കൂടി നമുക്ക് ലഭിക്കാനിടയായി എന്നുള്ളത് നമ്മൾ ശക്തമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. 8-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രത്തിന്റെ ആവശ്യകത. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ന് നമ്മൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ ഒരു സമൂഹമാണ് നമ്മുടെ ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അപ്പോളജറ്റിക്സിന്റെ ആവശ്യകത, എന്തുകൊണ്ട് നമ്മൾ അപ്പോളജറ്റിക്സ് പഠിച്ചിരിക്കണം, എന്തുകൊണ്ട് നമ്മൾ അതിന്റെ രീതി മനസ്സിലാക്കിയിരിക്കണമെന്ന് നമ്മൾ ഈ 8-ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ, മറ്റ് മതക്കാരുടെ ഇടയിൽ നമുക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യുവാനായിട്ട് കഴിയും. ഈ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു നെഗറ്റീവ് കൊണോട്ടേഷനായി എടുക്കരുത് എന്ന് ഞാൻ ആദ്യമായി പറയുന്നു. കാരണം നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് മറ്റുള്ളവരോട് പറയാം. മറ്റുള്ളവരുടേത് തെറ്റാണ് എന്ന് പറയുന്നതല്ല നമ്മുടെ പ്രഥമമായ കാര്യം. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് ഇന്നതാണ് എന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു വേദ പഠന ശാഖയാണ് ഈ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ന്യായവാദ ശാസ്ത്രത്തിന്റെ സായിയായ ഉപദേശങ്ങൾ, എന്തെല്ലാം ഉപദേശങ്ങളാണ് നമുക്ക് ഇതിൽ കാണുവാൻ കഴിയുന്നത്. പ്രധാനമായും യേശുക്രിസ്തു ദൈവമല്ല എന്ന് ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ ഉയർന്നു വരുന്ന, അല്ലെങ്കിൽ പെന്തിക്കോസ്റ്റ്, കാത്തലിക് സമൂഹങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു പ്രവണതയാണ്, അല്ലെങ്കിൽ ഒരു പഠിപ്പീരാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുക എന്നുള്ളത്. പിന്നെ മറ്റൊന്ന് തൃത്വത്തെ നിഷേധിക്കുക എന്നുള്ളത്, മറ്റൊന്ന് യഹോവയെ നിഷേധിക്കുക, യേശുവിനെ മാത്രം ദൈവമായി കാണുന്നത്. ഇങ്ങനെ പല പ്രവണതകളും പല ഉപദേശങ്ങളും കടന്നു വരുന്നുണ്ട്. ഇതിന്റെ ഉപദേശങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഈ 9-ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നതായിരിക്കും. ന്യായവാദ ശാസ്ത്രജ്ഞന്മാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇത് പഠിച്ച് ഇതിന്റെ മറ്റു ലെവലിലേക്കും ഉയർന്ന ലെവലിലേക്ക് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിന് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന് നമുക്ക് ഈ 10-ാമത്തെ അധ്യായത്തിൽ കൂടി പഠിക്കാൻ കഴിയും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രത്തെ സംബന്ധിച്ച് സമയാസമയങ്ങളിൽ 4 വിധ ചിന്തകൾ രൂപം പ്രാപിച്ചിട്ടുണ്ട്. ഒന്ന് സംശയവാദം, പലരും സംശയം ഉയർത്താറുണ്ട്. അതൊന്ന്. ക്രിസ്തീയ യുക്തിവാദം എന്ന് വെച്ചാൽ ലോജിക്കലി ക്രിസ്ത്യാനിത്വത്തെ കാണുന്നത്. ആൻഡ് 3-ാമത്തേതായി യുക്തിപരമായ ക്രിസ്ത്യാനിത്വം. നമ്മൾ പറയുന്നത് ചുമ്മാതെ ബ്ലൈൻഡായിട്ട് അങ്ങ് നമ്മൾ ക്രിസ്ത്യാനിയായി എന്നുള്ളതല്ല. നമ്മുടെ പിതാക്കന്മാർ ക്രിസ്ത്യാനിയായിരുന്നു, അങ്ങനെ ഞാനും ക്രിസ്ത്യാനിയായി എന്നുള്ള ഒരു ചിന്തയിലല്ല. തീർച്ചയായിട്ടും യുക്തിപരമായി ഞാൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ എന്നുള്ള കാര്യം പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 4-ാമത് വിശ്വാസ യുക്തിയുടെ സഹായം. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം യുക്തിസഹമായിരിക്കണം. അല്ലാതെ മറ്റുള്ളവർ വിശ്വസിക്കുന്നത് പോലെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു അത് അങ്ങ് വിശ്വസിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ വളരെ ശക്തമായ ഒരു വചനം ദൈവം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസത്തെ യുക്തിസഹമാക്കുന്നതിന് നമുക്ക് ഈ പഠനം സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 12-ാമത്തെ ന്യായവാദ ശാസ്ത്രത്തിന്റെ ഉദ്ദേശങ്ങൾ, എന്തെല്ലാം ഉദ്ദേശങ്ങളാണ് ഇതിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്റെ കൺക്ലൂഷനും ചില കാര്യങ്ങൾ, ചില ഇന്ന് നടക്കുന്നതായ ചില പ്രശ്നങ്ങൾ നമ്മൾ ഈ കൺക്ലൂഷന്റെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പഠന ശാഖയിൽ കൂടി ചിന്തിക്കാനായി ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പഠനത്തിൽ കൂടി ചിന്തിക്കാനായി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ സമയങ്ങളെ നമുക്ക് വേർതിരിക്കാം, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കുന്നു, പൗലോസ് തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക, അതെങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം, അതെങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മൾ എക്സാമിൻ ചെയ്യണം. We need to examine about our faith.
എന്ന് പൗലോസ് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ ഈ പഠനം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം വിശ്വാസങ്ങൾ ആണ് നമുക്കുള്ളത്, അതിന്റെ ആധികാരികത എന്താണ്? What is the authenticity of the belief that we are holding on? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്തതായി നാം ചിന്തിക്കാൻ പോകുന്ന ഭാഗം നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷന്റെ അടുത്ത ഭാഗമാണ്. ഇൻട്രൊഡക്ഷനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോളജറ്റിക്സ് അല്ലെങ്കിൽ ന്യായവാദം എന്ന പദത്തിന്റെ അർത്ഥം ഏതെങ്കിലും തരത്തിലുള്ള ക്ഷമാപണം ആയിരിക്കണമെന്ന് ചിലർ ചിന്തിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ അപ്പോളജറ്റിക് എന്ന പദം ആംഗലേയ പദമായ അപ്പോളജി എന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതല്ല. ഈ അപ്പോളജറ്റിക്സ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു പദമാണ് അപ്പോളജി. അപ്പോളജി ചോദിച്ചു, അല്ലെങ്കിൽ സോറി പറഞ്ഞു, അപ്പോളജി എഴുതി കൊടുത്തു, അല്ലെങ്കിൽ അപ്പോളജി എഴുതി വായിച്ചു. ഈ ഭാഗങ്ങളെല്ലാം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. കാരണം ഈ അപ്പോളജറ്റിക്സും ഈ അപ്പോളജിയും തമ്മിൽ ഒരു ആ വാക്കിന് ഒരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങൾ നമുക്ക് പിന്നാലെ കാണുവാൻ കഴിയുന്നു. ഈ അപ്പോലോഗിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് ഈ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന ഈ വേർഡ്. അപ്പോലോഗിയ എന്നാൽ പ്രതിരോധം സൃഷ്ടിക്കുക, മേക്കിംഗ് എ ഡിഫൻസ് എന്നത്രേ. ഡിഫൻസ് മീൻസ്, ചിലപ്പോൾ ഡിഫൻസ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ ഡിഫൻസ് എന്ന് പറയുന്നത്. പ്രതിരോധിക്കുക. പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഒരു മസിൽ കൊണ്ടുള്ള ഒരു പ്രതിരോധമല്ല എന്ന് വ്യക്തമാണ്. നമ്മൾ ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഡിഫെൻഡ് ചെയ്യുക, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വാക്കുകൊണ്ട്, അപ്പോലോഗിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതൊരു കാര്യത്തിനും ചെയ്യുന്ന നിയമാനുസൃതമായ പ്രതിരോധത്തെ ന്യായവാദ ശാസ്ത്രം അല്ലെങ്കിൽ അപ്പോളജറ്റിക്സ് എന്ന് പറയാറുണ്ട്. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ്. ഒരിക്കലുമല്ല. പല ആൾക്കാരും ഈ വേർഡ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പല മതഭാഗങ്ങളിൽ മതവിശ്വാസങ്ങളിലും ഈ ഇതുപോലെയുള്ള അപ്പോളജിസ്റ്റ് എന്ന് പറയുന്ന പഠന ഭാഗമുണ്ട്, അപ്പോളജിസ്റ്റുകളുണ്ട്. അനേകം പേർ ഇതിനു വേണ്ടി വാദിക്കുന്നവർ നമുക്ക് കാണാൻ കഴിയും. അത് മതത്തിൽ മാത്രമല്ല. ഇനി ഒരു തിയറി എടുത്തോ, ഒത്തിരി തിയറികൾ വന്നിട്ടുണ്ട്, പല തിയറികൾ. ഫോർ എക്സാമ്പിൾ, ഇവൻ നമ്മളൊരു തിയറി കൊണ്ടുവരികയാണെങ്കിൽ ആ തിയറിയെയും നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഇവല്യൂഷൻ തിയറി, ഡാർവിന്റെ ഇവല്യൂഷൻ തിയറി ഒരാൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനെ നിയമപരമായി അല്ലെങ്കിൽ അതിന്റെ കാര്യകാര്യ സഹിതം ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുത്ത് അത് ശരിയാണ് എന്ന് ഡിഫെൻഡ് ചെയ്യുന്നതിനെയും നമുക്ക് അപ്പോളജി എന്ന് പറയാൻ കഴിയും. ഈ മതപരമായ കാര്യങ്ങൾ മാത്രമല്ല, പിന്നെയോ മറ്റ് ഏത് കാര്യം എടുത്താലും, ഫോർ എക്സാമ്പിൾ ഒരു തിയറി കൊണ്ടുവരുന്ന ഒരു വ്യക്തി, ആ തിയറിയെ അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. അദ്ദേഹത്തെയും ആ ചെയ്യുന്നതിന് അപ്പോലോഗിയാണ്. മേക്കിംഗ് എ ഡിഫൻസ്. അതിന് ലോജിക് ഉണ്ടായിരിക്കണം, അതിന് ശാസ്ത്രീയമായ പിന്തുണയുണ്ടായിരിക്കണം. അങ്ങനെ അതിനെ പ്രസന്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ തന്റെ തിയറി ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ടിവികളിലെല്ലാം വൈകുന്നേരം ആകുമ്പോൾ കുറെ ആൾക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിട്ട് അവരുടെ ഭാഗത്തെ പ്രതിരോധിക്കുന്നത് കാണും, അല്ലെ? അവരും പൊളിറ്റിക്കൽ അപ്പോളജറ്റിക്സ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. അവർ അപ്പോളജിസ്റ്റ് ആണ്. മറ്റൊരു കാര്യമാണ്, വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അനേകം പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ TV ന്യൂസിന്റെ സമയത്ത് പല ചാനലുകളിൽ വന്നിരുന്നിട്ട് അവരുടെ കാര്യം അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് എതിരായ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ അവരതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് കാണാം. അവർ ചെയ്യുന്നതും അപ്പോലോഗിയാണ്. അതാണ് ഈ അപ്പോലോഗിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ഓക്കെ, ക്രിസ്ത്യാനിത്വം വിശ്വാസയോഗ്യമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ ഒരു വിഭാഗമാണ് ക്രിസ്തീയ ന്യായവാദം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ളത്. അവിടെ പറയുന്നത് ക്രിസ്തീയ വിശ്വാസം, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ അത് വിശ്വാസയോഗ്യമാണോ? നമുക്കൊരു പുസ്തകമുണ്ട്, അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നു. അത് ഈ ലോകത്തിലുള്ള മറ്റ് മതവിശ്വാസികൾ എടുക്കുമ്പോൾ അത് അവർക്ക് വിശ്വാസയോഗ്യമാണോ, അല്ലെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നത് അത് യോഗ്യമായിട്ടുള്ള വിശ്വാസമാണോ എനിക്കുള്ളത്, അതിനെ കുറിച്ച് പഠിക്കുന്ന ദൈവശാസ്ത്രത്തിലെ ഒരു വിഭാഗമാണ് ഈ ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു ആ കാര്യം. ഇതൊരു തിയോളജിയുടെ ഭാഗമാണ്. തിയോളജി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു 10 കൂട്ടം കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ബിബ്ലിയോളജി, ആന്ത്രപ്പോളജി, അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റോളജി, തിയോളജി പോപ്പർ, ഇങ്ങനെ ഒരു 10 സബ്ജക്റ്റുകൾ അടങ്ങുന്നതാണ് ഈ തിയോളജി. അതിന്റെ ഒരു ഭാഗമാണ് നമുക്ക് ക്രിസ്തീയ ന്യായവാദം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ വന്ന കടുത്ത വിമർശനങ്ങൾ വാർത്താവിനിമയ മാധ്യമങ്ങളിൽ കൂടി പ്രചരിച്ചതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ഉയർന്ന പ്രധാന വിഷയങ്ങൾ അക്രൈസ്തവരിലും എത്തിച്ചേരുവാൻ, അല്ലെങ്കിൽ അവർക്കും അത് ഇപ്പോൾ സുപരിചിതമാണ്. നമുക്കറിയാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകള്, മറ്റു മാധ്യമങ്ങൾ, യൂട്യൂബുകള്, ഇതിൽ കൂടിയെല്ലാം കുറെ വിമർശനങ്ങൾ ക്രിസ്ത്യ വിശ്വാസത്തിനെതിരെ ഉണ്ടായി. ഇത് ചെന്നെത്തിപ്പെടുന്നത് ക്രിസ്ത്യ വിശ്വാസത്തിന്റെ സമൂഹത്തിലല്ല, മറിച്ച് മറ്റ് മതവിവാഹങ്ങളിൽ അക്രൈസ്തവരിലേക്കും ഇത് ചെന്നെത്തിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ മതേതര പുസ്തകശാലകളിൽ കൂടി ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളായി പരിണമിച്ചിരിക്കുന്നു. അവയുടെ വായനക്കാർ ഏറെ പങ്കും അക്രൈസ്തവരാണെന്നുള്ളത് ചിന്തനീയമായ വസ്തുതയാണ്. അത് മറ്റൊരു സത്യമാണ്. നമുക്ക് ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയാൽ, വായനശാലയിൽ പോയാൽ അവിടെ നമുക്ക് കിട്ടുന്നത് കുറെ ബുക്കുകൾ, ക്രിസ്തീയ മതത്തിനെതിരെ ഉള്ള കുറെ ബുക്കുകൾ അവിടെ ഉണ്ടാകും. അതെല്ലാം മേടിച്ചു കൊണ്ട് പോകുന്നതും വായിക്കുന്നതും ക്രിസ്ത്യാനികൾ ആകണമെന്നില്ല. കൂടുതലും അക്രൈസ്തവരായ ആൾക്കാരാണ് അത് വായിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് വളരെ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വേദപുസ്തകവും അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളും വളരെയധികം വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന്. പല വിമർശനങ്ങൾ, ബൈബിള് ശരിയാണോ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ, ബൈബിളിൽ എഴുതപ്പെട്ട ഡേറ്റുകൾ ശരിയാണോ എന്നുള്ള പല ചോദ്യങ്ങളുണ്ട്. കാരണം ഏകദേശം 1400 വർഷത്തെ പഴക്കമാണ്, 6000 വർഷത്തെ ചരിത്രം അല്ലെങ്കിൽ വിഷയങ്ങള് 4000 വർഷം കൊണ്ട് എഴുതപ്പെട്ട ഒരു ബുക്കാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇത് ശരിയാണോ? ഇത് ശരിയായ രീതിയിലാണോ എഴുതപ്പെട്ടത്? ഇതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നുള്ള ചോദ്യം തീർച്ചയായും ഉണ്ടാകും. അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം, അതിനെ നമ്മൾ പ്രതിരോധിക്കണം. ഒക്കെ വേദപുസ്തക പഠിതാക്കൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മതവിരോധികളായ പഠിതാക്കളിൽ നിന്നും അത്തരം ആക്രമണങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഒക്കെ അനേകം ആൾക്കാർ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അത് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അവരുടെ ആക്രമണം എന്ന് പറയുന്നത് അവർ ഫിസിക്കലി മാത്രമല്ല, ഈവൻ അവർ ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് ക്രിസ്ത്യ സമൂഹത്തെ ആക്രമിക്കുവാനായി മുതിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രത്തിൽ അല്പമെങ്കിലും പശ്ചാത്തലമുള്ളവർക്ക് ഇത്തരം പ്രശ്നങ്ങളെ, ചോദ്യങ്ങളും അഭിമുഖീകരിക്കുന്നവരെ സഹായിക്കാനാകും. അതോടൊപ്പം തന്നെ വേദപുസ്തകത്തിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്ന വ്യക്തിയുടെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുന്നതിന് ഉതകത്തക്ക വിധത്തിൽ വിവരങ്ങൾ നൽകുവാനും കഴിയുന്നതാണ്. ഇത് പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം. ഓക്കെ, ഈ ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രം നമുക്ക് അല്പം പരിചയമുണ്ടെങ്കിൽ നമുക്കെതിരെ ഉയർന്ന ചോദ്യങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും, അതിനെ മറുപടി നൽകാൻ നമുക്ക് കഴിയും. അത് മാത്രവുമല്ല, തന്നെ വേദപുസ്തകത്തിനെതിരെ ചോദ്യങ്ങൾ ഉയരുന്ന വ്യക്തിയുടെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുന്നതിന് ഉതകത്തക്ക വിധം വിവരങ്ങൾ നൽകുവാൻ, മറ്റുള്ളവരിലേക്ക് നമുക്ക് ഈ വിവരങ്ങൾ നൽകുവാൻ കഴിയും.
ചിലപ്പോൾ നമ്മൾ ഇത് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഭയിലുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റു ആൾക്കാർക്ക് നമുക്ക് ഈ വിവരങ്ങൾ അവരിൽ എത്തിക്കുവാൻ കഴിയും. എങ്ങനെയാണ് അവരെ പ്രതിരോധിക്കേണ്ടത്, അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്നതൊക്കെയാണ്, അതിന് നമുക്ക് നൽകാൻ കഴിയുന്ന ആൻസേഴ്സ് ഇങ്ങനെയാണ്, അതിന് നമുക്ക് കളക്ട് ചെയ്യേണ്ട മെറ്റീരിയൽസ് ഇങ്ങനെയാണ്. ചിലപ്പോൾ ആർക്കിയോളജിക്കൽ എവിഡൻസ്, ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പ്രതിരോധിക്കുവാൻ കഴിയും. എന്നാൽ നമുക്ക് ഇതിനകത്ത് അല്പമെങ്കിലും പശ്ചാത്തലം ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് സാധിക്കും. കഴിഞ്ഞ 4-5 ദശാബ്ദങ്ങൾക്കുള്ളിൽ ക്രൈസ്തവ വിരുദ്ധ തത്വജ്ഞാനങ്ങളും ചിന്തകളും ക്രിസ്ത്യ സമൂഹങ്ങൾക്കുള്ളിൽ തഴച്ചു വളർന്നുണ്ട്. അനേക ചോദ്യങ്ങൾ ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ ഉണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് വാദിക്കുന്നവർ തന്നെ പല ചോദ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു. അതിനൊന്നും അവർക്ക് മറുപടി നൽകുവാൻ അല്ലെങ്കിൽ മറുപടി കണ്ടെത്തുവാൻ കഴിയാതെ പലരും നമ്മുടെ ക്രിസ്ത്യ വിശ്വാസം വിട്ടുപോകുന്ന അനേകം പേരെ നമുക്ക് കാണാൻ കഴിയും. ഈവൻ എല്ലാ മത അല്ലെങ്കിൽ എല്ലാ സഭാ പശ്ചാത്തലമുള്ളവർ നമ്മുടെ ക്രിസ്ത്യ വിശ്വാസം വിട്ട് മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നത് കാണാൻ കഴിയും. കാരണം അവർക്കത് അവരുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് ഒരു ചോദ്യം ഉണ്ടായാൽ അതിന് മറുപടി കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതിനുള്ള റിസോഴ്സസ് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ മറ്റു മതങ്ങളിലേക്ക് അവർ ചിന്തിക്കുന്നത് മറ്റു മതങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി തരുന്നതാണ് എന്ന്. എന്നാൽ അതല്ല. അവിടെ ചെല്ലുമ്പോൾ അത് പഠിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ കുഴിയിലാണ് അവർ വീണത് എന്ന് മനസ്സിലാക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് പലരുടെയും ചരിത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാവുന്ന പല വ്യക്തികളും നമ്മുടെ ക്രിസ്ത്യൻ ചിന്ത വിട്ടിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യ വിശ്വാസം വിട്ട് മുസ്ലിമും അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ നിരീശ്വരവാദികളായി പോകുന്നു. കാരണം അവർക്ക് ഈ ന്യായവാദ ശാസ്ത്രത്തിൽ യാതൊരു പരിചയവുമില്ല. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് അവർ അങ്ങനെ ചെന്ന് എത്തിപ്പെടുന്നുണ്ട്. ഇന്നുള്ള മിക്ക തത്വചിന്തകളുടെയും അടിസ്ഥാനമായി വർദ്ധിക്കുന്നത് പ്രസ്തുത തത്വജ്ഞാനമാണ്. നമ്മൾ നേളി പറഞ്ഞ ജ്ഞാനമാണ് അതിന്റെ അടിസ്ഥാനമായി നൽകുന്നത്. തന്മൂലം വർത്തമാന കാലയളവിലെ പള്ളിക്കൂടങ്ങളിലും കലാലഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾ വചനത്തിൽ വിരുദ്ധമായ പല കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ പഠിപ്പിക്കുന്നത് ഇതുപോലെയുള്ള പരിവർത്തന സിദ്ധാന്തങ്ങള് അല്ലെങ്കിൽ ഇവല്യൂഷൻ തിയറീസ് ഒക്കെ നമ്മളെ പഠിപ്പിക്കും. ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളരെ ചോദ്യങ്ങൾ ഉണ്ടാകും. ഇത് ശരിയാണോ, ഇതാണോ ശരി? സയൻസിൽ അവർ കുറെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്, അവർ കുറെ കാര്യങ്ങൾ പ്രാക്ടിക്കലി അവർ കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരു വിശ്വാസം, ഒരു ദൈവം എല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ദൈവം തന്റെ വാക്കുകളെല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ഒക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായി തീരും. അപ്പോൾ നമുക്ക് ഈ തത്വജ്ഞാനമല്ല നമുക്ക് ആവശ്യമായി വരുന്നത്. നമുക്ക് ആവശ്യമായി വരുന്ന ഈ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റ് ആണ്. അതാണ് ഇത് പഠിക്കേണ്ടതിന് ആവശ്യകത നമ്മളെ വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി കലാല ജീവിതത്തോട് വിട പറയുമ്പോഴേക്കും അത്തരത്തിലുള്ള നൂറുകണക്കിന് ചിന്തകളുടെ സഞ്ചയം താൻ നേടിക്കഴിഞ്ഞിരിക്കും. കുറെ ചോദ്യങ്ങളുമായിട്ടായിരിക്കും അവർ പുറത്തു വരുന്നത്. അവർ പഠിച്ചതായ കാര്യങ്ങൾ സയൻസുമായിട്ട് ഇത് യോജിക്കുന്നില്ലല്ലോ, സയൻസ് എവിടെ കിടക്കുന്നു, ബൈബിൾ എവിടെ കിടക്കുന്നു എന്നുള്ള ചോദ്യങ്ങളുമായി അവർ പുറത്തു വരുന്നത്. യുവവിശ്വാസികൾക്ക് ഈ കാര്യങ്ങൾ ധാരാളം സംശയമുളവാക്കുന്നു. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ചുഴിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർ അശാന്ത പരിശ്രമം ചെയ്യുന്നു. പല കുഴികളിൽ അവർ ചെന്നുപെടുന്നു, പല സ്നേഹത്തിൽ അവർ ചെന്നുപെടുന്നു. ഇതെല്ലാം ചെന്നെത്തിക്കുന്നത് മറ്റൊരു മതവിഭാഗത്തിലേക്കോ അല്ലെങ്കിൽ അവരെ നാശത്തിലേക്കുമാണ് അത് കൊണ്ടെത്തിരിക്കുന്നത്. ഇവരാകുന്ന എല്ലാ സംശയങ്ങൾക്കും നിവാരണം വരുത്തുവാൻ ഒരു വ്യക്തിക്ക് എപ്പോഴും സാധിച്ചെന്ന് വരികയില്ല. ഇപ്പോൾ അവർ പലപ്പോഴും വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവരുടെ പാസ്റ്ററോടായിരിക്കാം, ചിലപ്പോൾ അവർ ചോദിക്കുന്ന പിതാവിനോടോ മാതാവിനോടായിരിക്കാം. എന്നാൽ അവർക്ക് ഈ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായോ വേദശാസ്ത്രവുമായോ യാതൊരു ടച്ചുമില്ലാത്തത് കൊണ്ട് അവർക്ക് ഇതിനെല്ലാം മറുപടി നൽകി കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല.
ഓക്കെ. അതുകൊണ്ട് അവർ ന്യായവാദ ശാസ്ത്രത്തിന്റെ സഹായത്താൽ സമശയത്തിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് രക്ഷ നൽകുവാനും അവർക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാനും പല രീതിയിൽ കഴിയുന്നു. പ്രസ്തുത രീതി മൂലം അനേക സംശയങ്ങൾ മറികടന്ന് വരിക മാത്രമല്ല, പ്രശ്നത്തിന്റെ മൂലഹേതു മനസ്സിലാക്കുവാനും കഴിയുന്നതാണ്. കൂടാതെ ഭാവി അഭിമുഖീകരിക്കാനിടയുള്ള ചോദ്യങ്ങൾ ഏത് നിലയിലും സമീപിക്കണമെന്നും അവർക്ക് അറിയുവാൻ ഇടയായിത്തീരും. ഇതാണ് നമ്മുടെ ഈ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നതിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.